അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പനി കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളെ നാം കാണാറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒക്കെ പനി വരാറുണ്ട്. എന്നാൽ ചില പനി വൈറൽ പനികൾ വന്നുകൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നവരുമുണ്ട്. മരുന്ന് കഴിക്കും, പനി നിൽക്കും, വീണ്ടും പനി വരും. ഇങ്ങനെയൊക്കെ പനിച്ച് പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ഒരു മരുന്നിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ ആത്മീയമായ മരുന്ന് കൂടി നാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ പനി സുഖപ്പെടാൻ കാരണമായി തീരും. വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് മനസ്സിലാക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, തുടർന്ന് കേൾക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദതൈനി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്തുകളൊക്കെ ഓതിയതിനു ശേഷം ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഈ ആയത്തിനെ 21 തവണ ചൊല്ലുക. പിന്നീട് ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഈ ആയത്തിനെ മാത്രം, ആയത്ത് സൂറത്ത് പൂർണ്ണമായിട്ടല്ല, ഈ ആയത്തിനെ മാത്രം 21 തവണ ചൊല്ലുക. പിന്നീട് നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ പ്രാർത്ഥനയെ 3 വട്ടം ചൊല്ലുക. സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സ്വദ്റക് എന്നുള്ള സൂറത്തിനെ 3 തവണ ചൊല്ലുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതണം കേട്ടോ. അതിടയിൽ പറയാൻ മറന്നുപോയതാണ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത്, അതല്ലെങ്കിൽ ഒരു ജഗ്ഗിൽ വെള്ളമെടുത്തുകൊണ്ട് നാം ഓരോ സൂറത്തുകളും ആയത്തുകളുമൊക്കെ ഓതി കഴിഞ്ഞ് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മന്ത്രിക്കണം. ഇങ്ങനെ അലം നശ്റഹ് ലക സ്വദ്റക് സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഉടൻ തന്നെ മുത്തുനബി പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന ഒരു വട്ടം കൂടി ചൊല്ലണം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഈ പ്രാർത്ഥന ഒരു വട്ടം കൂടി ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് ശരീരം മൊത്തം തടവുകയും കുടിക്കുകയും ചെയ്യുക. ഇങ്ങനെ 3 ദിവസം തുടർച്ചയായി ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പനി പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. മഹാന്മാർ പഠിപ്പിച്ച ഈ മരുന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. പനിയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഈ അറിവിനെ പറഞ്ഞു കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.